ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അലയടിച്ച് പ്രതിഷേധം. വിഷയത്തിൽ ഭാരതവും ഐക്യരാഷ്ട്രസഭയും ശക്തമായി ഇടപെടണം എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. രോഹിണി, ബംഗ്ലാദേശിൽ തുടരുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ ബംഗ്ലാദേശിലും ഭാരതത്തിലും ലോകത്തിന്റെ വിവിധ കോണുകളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. അതിക്രമങ്ങൾ നേരിട്ടും വിവേചനവും കടുത്ത നിയമ നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ബംഗ്ലാദേശിൽ തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഹിന്ദു സമൂഹം തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഇനി ചെറുത്തു നിന്നില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ബംഗ്ലാദേശിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തീരുമാനമെടുത്തുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഹിന്ദു സമൂഹം പോരാടുന്നത്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തിൽ ജമ്മുവിലും ഡൽഹിയിലും ലക്നൌവിലും ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ, പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. ജമ്മുവിൽ നടന്ന വലിയ പ്രതിഷേധ റാലിയിൽ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസിന്റെ കോലം കത്തിച്ചിരുന്നു. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരും തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുകയാണെന്നും തുടർച്ചയായി നടക്കുന്ന അതിക്രമങ്ങളിൽ മൗനം പാലിച്ചുകൊണ്ട് അതിക്രമങ്ങൾക്ക് അനുകൂല നിലപാടാണ് മുഹമ്മദ് യൂനിസ് സർക്കാർ എടുക്കുന്നത് എന്ന ആരോപണമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ഒപ്പം ഭാരതവും ഐക്യരാഷ്ട്രസഭയും വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന ആവശ്യം കൂടി പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. കാനഡയിലും ബ്രിട്ടൻ, US ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലും ഹിന്ദു സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ക്രൂരമായ വംശഹത്യക്കെതിരെ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ബംഗ്ലാദേശിൽ തുടർച്ചയായി ഹിന്ദുവും പാഴ്സിയും ജൈനും ക്രിസ്ത്യനും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾക്ക് നേരെ അതിശക്തമായ വിവേചനം. പല ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ജോലി രാജിവെച്ച് അവരുടെ വീടും സ്ഥലവും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോഴും ഇടക്കാല സർക്കാർ ഈ വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നു എന്ന് മാത്രമല്ല, അവകാശ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലിൽ അടയ്ക്കുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ നിലവിൽ നടക്കുന്നത്. അവകാശ സംരക്ഷണത്തിന് വേണ്ടി സംസാരിച്ച ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേതാക്കൾ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. ചിന്മയ കൃഷ്ണദാസിന് വേണ്ടി ഹാജരാകാനിരുന്ന അഭിഭാഷകനെ ഇസ്ലാമിസ്റ്റുകൾ വീട്ടിൽ കയറി ആക്രമിക്കുകയും ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തോടു കൂടിയും ചിന്മയ കൃഷ്ണദാസിന് വേണ്ടി അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനാ നേതാക്കൾക്ക് വേണ്ടി ഹാജരാവാൻ പോലും അഭിഭാഷകർ ഭയക്കുകയാണ്. ഭാരതം ഇതിനോടകം തന്നെ വിഷയത്തിൽ ശക്തമായ നിലപാടും അഭിപ്രായവും അറിയിച്ചിട്ടുണ്ട്. ഭാരതം ബംഗ്ലാദേശിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി മിശ്രി ധാക്കയിൽ സന്ദർശനം നടത്തിയത്. അവിടെയുള്ള കൂടിക്കാഴ്ചയിലും ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ ഭാരതം ഔദ്യോഗികമായും ആവശ്യപ്പെട്ടത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം, അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രതിഷേധം ഉയരുമ്പോഴും ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമം തുടരുകയാണ്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.